1 ശമൂവേലിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. ഇടറിയവരോ ബലം ധരിക്കുന്നു, വീരന്മാരുടെ വില്ല് ഒടിഞ്ഞു പോകുന്നു, ഇടറിയവരോ ബലം ധരിക്കുന്നു. ആമേൻ. ഹന്ന പ്രാർത്ഥനയുടെ മാതാവെന്ന് അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഹന്ന. ആര് പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞാലും ആമേൻ ഹന്നയുടെ കാര്യം പറയാതെ പോവുകയില്ല. കാര്യം എന്തറിയോ? ഹന്ന പ്രാർത്ഥിച്ച് കണ്ണുനീർ ഒഴുക്കി മറുപടി അവളുടെ കയ്യിൽ ലഭിച്ച വ്യക്തിയാണ്. ആമേൻ. പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ആമേൻ നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഒരു ശക്തി ഉണ്ടോ, ഒരു പവർ ഉണ്ടോ എന്ന് വ്യക്തിപരമായി തെളിയിച്ച ഒരു മാതാവാണ് ഹന്ന. ഹന്നയുടെ പ്രാർത്ഥന എങ്ങനെയായിരുന്നു നമുക്ക് ഏവർക്കും അറിയാം. അമ്മൻ അറിയാത്തവർക്ക് വേണ്ടി ഒരിക്കൽ കൂടി ഞാൻ പറയാം. ഹന്ന അമ്മൻ ദൈവാലയത്തിൽ ചെന്ന് മുട്ട് മടക്കി അവൾ പ്രാർത്ഥിക്കുകയാണ്. അവൾ വാ തുറക്കുകയല്ല ചെയ്യുന്നത്, അവൾ കരയാണ്. അവളുടെ ഹൃദയം വിങ്ങിയാണ് അവൾ പ്രാർത്ഥിക്കുന്നത്. പുരോഹിതന് പോലും അമ്മൻ സംശയം വരെ തക്കവണ്ണമായിരുന്നു അവളുടെ പ്രാർത്ഥന. ചിലപ്പോൾ നമ്മളും നമ്മുടെ ആലയത്തിൽ കടന്നു വന്നിരിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, ഹൃദയം പകരാറുണ്ട്, ഹൃദയം പകർന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അമ്മൻ ദൈവം അത് ശ്രദ്ധ വെച്ച് കേൾക്കുന്നു. ഒരു പക്ഷേ നമ്മുടെ ചുറ്റും ഇരിക്കുന്നവർ, അപ്പോൾ നമ്മൾ തൊട്ടടുത്തിരിക്കുന്നവർ വിചാരിക്കാം, അയ്യോ ഇവരെന്താ പ്രാർത്ഥിക്കുന്നത്, ഇതെന്ത് കോലമാണ്, ഇങ്ങനെയാണോ പ്രാർത്ഥിക്കുന്നത്, ഇങ്ങനെയാണോ ദൈവസഭയിൽ കടന്നു വരുന്നത്. പക്ഷേ ഞാൻ പറയട്ടെ, നിന്റെ പ്രാർത്ഥന നിന്റെ പ്രാർത്ഥന ഹൃദയം പകർന്ന ഒരു പ്രാർത്ഥനയാണെങ്കിൽ നിങ്ങൾ അതിലോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട, അതിലോർത്ത് നിങ്ങൾ വ്യാകുലപ്പെടേണ്ട. നിന്റെ പ്രാർത്ഥന ഏത് പ്രാർത്ഥനയായാലും ഹൃദയം പകർന്ന പ്രാർത്ഥനയ്ക്ക് എന്റെ ദൈവം ശ്രദ്ധ വെച്ച് അത് മറുപടി അയക്കുവാൻ എന്റെ ശക്തനാണ്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ വചനം അങ്ങനെയാണ് പറയുന്നത്, ഞാൻ പ്രാർത്ഥനയെ ശ്രദ്ധ വെച്ച് കേൾക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയോടെ മാതാവാണ് ഹന്ന. അവരുടെ പ്രാർത്ഥന എന്താണെന്ന് അറിയാമോ? ആമേൻ. ദൈവമേ എനിക്കൊരു തലമുറ നൽകി തരണേ, ദൈവമേ എനിക്കൊരു തലമുറ നൽകി തരണേ. എന്തിനാണെന്നറിയാമോ അവൾ പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിച്ചത്? ആമേൻ. അവളുടെ പ്രാർത്ഥനയുടെ കാരണം അവളുടെ പിൻപിൽ വ്യാപരിച്ച ഒരു ശക്തിയാണ്. ആമേൻ. അവൾ നിരന്തരം കുത്തിക്കൊണ്ടിരുന്ന ഒരു ശക്തിയാണ്. അമ്മൻ. നമ്മളെ കുത്തിക്കൊണ്ടിരിക്കുന്ന, നമ്മളെ നിന്ദിക്കുന്ന, അമ്മൻ നിന്നെ എന്തിനാണ് നീ ഇതിൽ വന്ന് ചാടിയത് എന്ന് പറഞ്ഞു വരെ നമ്മളെ ചോദ്യം ചോദിച്ച ചില വിഷയങ്ങൾ നിന്നെ പ്രാർത്ഥനയിൽ പ്രേരിപ്പിക്കുന്നെങ്കിൽ ഇന്ന് പകൽ, ഇന്ന് രാത്രി ആത്മാവ് നമ്മളോട് കൽപ്പിക്കുന്നു, നീ ഇടറി പോകേണ്ട, നിന്നെ ഞാൻ ബലം ധരിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. രഗന ശാന്തന രേതുരി അംതരരിഗ സിയാന്തര വൈഡക തുരിവിരിബി അല ശതുരാർദനഗടഗതന. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ഹന്നെ പറയാണ്, ആമേൻ, എന്നെ പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിച്ചത് ആമേൻ എന്നെ പുറകിലിരിക്കുന്ന ശക്തിയാണ്. ആ ശക്തിയാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത് എന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ ഇവിടുന്ന് മടങ്ങി പോകുമ്പോൾ ആ ശക്തിയെ എതിർക്കാൻ ആമേൻ എൻ്റെ കരങ്ങളിൽ വേറെ ഒന്നുമില്ല. പക്ഷെ ഞാൻ ധരിക്കുന്ന ബലം അതെന്താണെന്നറിയാവോ? മറുപടിയുടെ ബലം. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് ഉറച്ചു പറയാൻ കഴിയും, ഞാൻ വന്നപ്പോൾ ബലമില്ല, വന്നപ്പോൾ ശക്തിയില്ല, വന്നപ്പോൾ ചില കേൾവികൾ എന്റെ ചെവികൾ കൂടി ഞാൻ കേട്ടു, പക്ഷെ ഞാൻ മടങ്ങി പോകുന്നത് ബലം ധരിച്ചവളായിട്ട്, ശക്തി പ്രാപിച്ചവളായിട്ട്, ആത്മശക്തി പ്രാപിച്ചവളായിട്ട്, ആത്മശക്തി പ്രാപിച്ചവളായിട്ട്. അങ്ങനെ തന്നെ വിശ്വസിക്കുക, ആത്മശക്തി പ്രാപിച്ചവളായിട്ട് ഞാൻ മടങ്ങി ചെല്ലും. അമേൻ. ഹന്ന മടങ്ങി ചെന്നപ്പോൾ ഹെൽക്കാനെ നോക്കിയോ, അല്ല അവളെ കുത്തുന്ന പെനിയെ നോക്കിയോ? അവൾ എതിർത്ത് വാക്കുകളല്ല പറഞ്ഞത്, അവൾ ധരിച്ച ശക്തിയോടെ ശാന്തമായി നിന്നു. ഹല്ലേലൂയ. അമേൻ. ഇന്ന് പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ ഉച്ചരിക്കാൻ പറയുന്നത്, ധരിച്ച ശക്തിയോടെ നീ താമസിക്കുക, നീ വസിക്കുക, അതിൽ തന്നെ നീ സ്റ്റേ ചെയ്യുക. അമേൻ. നിന്നെ തെളിയിക്കുവാൻ ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. അത് നിന്നെ തെളിയിക്കും, അത് നിന്നെ തെളിയിക്കും. അങ്ങനെ തന്നെ പരിശുദ്ധാത്മാവ് പറയുന്നു ഇന്ന് ഇവിടെ നിന്ന് നിൽക്കുമ്പോൾ, അമ്മേൻ, നീ പ്രാപിച്ച ശക്തി അത് നിന്നിൽ തന്നെ ഇരിക്കട്ടെ, അത് നിന്നിൽ വസിക്കുമാറാകട്ടെ, അത് നിന്നെ ഒരു ദിവസം തെളിയിക്കും. അന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഇവളെ ഇങ്ങനെ കണ്ണുനീരിക്കൊണ്ട് മുഴങ്ങാലിട്ട് നെടുമ്പടെ വീണ് പ്രാർത്ഥിക്കുന്ന കാര്യം ആരും കണ്ടു കാണത്തില്ല. പക്ഷേ അന്ന് അവൻ ഉത്തരം നൽകി, അവൻ നിന്നെ മാനിക്കുന്ന ദിവസം അന്ന് അവരുടെ കണ്ണുകൾ കൊണ്ട് കാണും അവൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്തായിരുന്നു എന്ന്. ഹല്ലേലൂയ. അമേൻ. അതല്ല നമ്മുടെ വിഷയം. അവൾ പറയാണ്, ഇടറി പോയവരോ ബലം ധരിച്ചു. പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ ഇടറി പോകുമോ?
പ്രാർത്ഥിക്കുന്ന ഉപവസിക്കുന്ന ആളുകൾ ഇടറിപ്പോകുമോ? നിശ്ചയം ഇടറിപ്പോകുവാൻ സാധ്യതയുണ്ട്. കാര്യം ഇടറിപ്പോകുന്ന ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ ഇടറിപ്പോകാൻ കാര്യമുണ്ട്. നമ്മളെ കുറിച്ച് കുറ്റം പറച്ചിൽ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ഇടറിപ്പോകും. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യം നമ്മൾ കാതിൽ കേൾക്കുമ്പോൾ ഇടറിപ്പോകും. നമ്മളെ കുറിച്ച് ഇല്ലായ്മ പറയുമ്പോൾ നമ്മൾ ഇടറിപ്പോകാൻ സാധ്യതയുണ്ട്. ഇവിടെ ഹന്ന ഇടറിപ്പോയ കാര്യം എന്താണെന്നറിയുമോ? അവളുടെ ശരീരത്തിന്റെ ഒരു ബലഹീനത. ഹല്ലേലൂയ. ശരീരത്തിന്റെ ബലഹീനത അവളെ ഇടറിപ്പോകുമാറാക്കി. അവൾ തന്നെ അവൾ ഒരു ഉപമിക്കുകയാണ്, ഞാൻ ഒരു ഇടർച്ചയായി. ഇടർച്ച എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഇവിടെ ഇംഗ്ലീഷിൽ തന്നിരിക്കുക സ്റ്റംബിൾ എന്ന് പറയുമ്പോൾ വീഴുക, വീണുപോയി, കാര്യം നിൽക്കാൻ ബലമില്ല, വീണുപോയി അവള്. അങ്ങനെയാണ് ഇവിടെ ഹന്ന പറയുന്നത്, ഞാൻ വീണുപോയി, പക്ഷേ ഞാൻ ഇപ്പോൾ ബലം ധരിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ഹന്ന ബലം ധരിച്ചത്? ഞാൻ വീണുപോയ വ്യക്തിയായിരുന്നു. ശാരീരമായ ഒരു ക്ഷീണം എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ദൈവം ആ ക്ഷീണത്തെ കവിയുന്ന അനുഗ്രഹം എന്റെ മേൽ, ശിരസിന്മേൽ തന്നപ്പോൾ ഞാൻ ഇനി ഇടറിപ്പോയവൾ അല്ലവേ അല്ല. ഞാൻ ധരിക്കുന്ന ബലമോ എന്റെ ഉടയവൻ തന്ന ബലമാണ്. ഞാൻ ബലത്തോടെ തന്നെ എഴുന്നേറ്റ് നിൽക്കും. ഞാൻ എന്റെ ബലത്തോട് തന്നെ എഴുന്നേറ്റ് നിൽക്കും. പരിശുദ്ധാത്മാവ് ഇവിടെ നിൽക്കുമ്പോൾ അങ്ങനെ തന്നെ ഒരു വാക്ക് പറയാൻ കൽപ്പിക്കുന്നു. ഇടറിപ്പോയതിനെ ബലം ധരിപ്പിക്കുവാനാണ് ഈ മീറ്റിംഗ് ഇവിടെ വെച്ചത്. ഇടറിപ്പോയതിനെ ബലം ധരിക്കുവാനാണ് ഈ മീറ്റിംഗ് ഇവിടെ വെച്ചത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ നീ കൽപ്പിക്കുക, ഞാൻ ഇവിടെ വന്നത് ബലം ധരിക്കാനാണെങ്കിൽ ഒരു നാളും ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഇടറിപ്പോയവളായി പോകുവാൻ സമ്മതിക്കരുത്. ഹല്ലേലൂയ. അമേൻ. അവൾ പറയാണ്, ഇടറി പോകുമെന്ന് വിചാരിച്ച സ്ഥാനത്ത് വീണു പോയി, ഇനി കളിയാക്കി, എന്നെ നിന്ദിച്ച്, ഇനി എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്ത് എൻ്റെ ഭർത്താവിൻ്റെ സ്നേഹം വരെ എന്നിൽ വിട്ട് മാറിപ്പോയി, ഇനി ഞാൻ ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞപ്പോഴാണ് അവൾ നേരെ കരമൊന്ന് നീട്ടിയത്. എൻ്റെ ദൈവത്തിൻ്റെ കരം, സൃഷ്ടിപ്പിൻ കരം നീക്കിയപ്പോൾ അസാധ്യമായ കാര്യം അവൾക്ക് സാധ്യമാക്കി. അസാധ്യം സാധ്യമായപ്പോൾ അവളുടെ ശരീരത്തിൽ അവൾ ബലം ധരിച്ചു. ഇന്ന് രാത്രി ചില കൂടാരങ്ങളെ നോക്കി പരിശുദ്ധാത്മാവ് പറയുന്നു, അസാധ്യം എന്ന ലോകം വിധിച്ച ചിലതിന്റെ മേൽ സാധ്യമായ സൃഷ്ടിപ്പിൻ കരം വന്ന് യേശുവിന്റെ നാമത്തിൽ അസാധ്യമെന്ന് പറഞ്ഞതിന്റെ മേൽ ചില ഉടയവന്റെ കരം വന്ന് യേശുവിന്റെ നാമത്തിൽ ബലം ധരിക്കട്ടെ. യെസ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ബലം ധരിച്ചു ബലായി ഹന്ന ആലയത്തിൽ നിന്ന് മടങ്ങി ചെല്ലുകയാണ്. ഹല്ലേലൂയ. അവളുടെ പാട്ടാണ് നമ്മൾ വായിച്ചത്. വീരന്മാരുടെ വില്ല് ഒടിഞ്ഞു പോകും, പക്ഷെ ഇടറിയവരോ അവർ ഒരു നാളും വീഴത്തില്ല. ഹല്ലേലൂയ. ആദ്യമായി വേദപുസ്തകത്തിൽ നാം കാണാൻ കഴിയും ഇടറിപ്പോയ ഒരു കൂട്ടർ. ഹല്ലേലൂയ. ആരാന്നറിയാവോ? ഇടറിപ്പോയ ഒരു കൂട്ടർ. ആദാം ഹവ്വ ആദ്യമായി വേദപുസ്തകത്തിൽ ഇടറിപ്പോയി. എങ്ങനെ അവർ ഇടറിപ്പോകുവാൻ കാരണമായതറിയോ? പാപം അവരെ ഇടറിപ്പോകുവാനാക്കി. ഹല്ലേലൂയ. പറഞ്ഞേ കുഞ്ഞുങ്ങൾ, പറഞ്ഞേ, പാപം ഇടറിപ്പോകുവാനാക്കി. പാപം എങ്ങനെ ഇടറിപ്പോകുവാനാക്കി? ദൈവ സാന്നിധ്യം നിറഞ്ഞു നിന്ന ആ ഏദൻ തോട്ടത്തിൽ ദൈവം പറഞ്ഞ കാര്യം ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോൾ അവർ അത് ചെയ്ത് അതിനെ ഒബേ ചെയ്യാതെ അനുസരിക്കാതെ മുഖം തിരിച്ചപ്പോൾ അവർ പാപത്തിൽ വീണ് ഇടറിപ്പോകുവാനായിട്ട്. ഇടറിപ്പോയത് എന്താണെന്നറിയാവോ? നിറഞ്ഞു നിന്ന ദൈവ സാന്നിധ്യം. ഹല്ലേലൂയ. പാപം നിന്നെ ചില സാന്നിധ്യത്തിൽ നിന്ന് ഇടറിപ്പോകുമാറാക്കും. ഹല്ലേലൂയ. അവിടെ നിനക്ക് നിൽക്കുവാൻ കഴിയത്തില്ല. സാന്നിധ്യത്തിൽ വസിക്കണമെങ്കിൽ നീ പാപത്തോട് ഗുഡ് ബൈ പറയണം. നീ പാപത്തെ വിട്ടു വിലകി നിൽക്കണം. പാപം കാണുമ്പോൾ അയ്യോ എനിക്കിത് പറ്റുകയില്ല എന്ന് പറഞ്ഞ് ഉറക്കെ പറയുവാനായിട്ട് കഴിയണം. ഹല്ലേലൂയ. അങ്ങനെ നീ പാപത്തിൽ വസിച്ചാൽ പരിശുദ്ധാത്മാവ് നിന്നിൽ കൂടി വസിക്കയില്ല. ആ സമയത്ത് നിനക്ക് ബലത്തോടെ നിൽക്കാൻ കഴിയുമെന്ന് നിങ്ങൾ നിனைച്ചാൽ അയ്യോ പരാജയം മാത്രമാണ്. നിനക്ക് ബലത്താൽ നിൽക്കാൻ കഴിയത്തില്ല. നീ പാപത്തിൽ വസിച്ചാൽ നീ ഇടറിപ്പോകും. ഹല്ലേലൂയ. പക്ഷേ ഒരു കാര്യം അറിയാമോ? ദൈവം ലോകത്തെ സ്നേഹിച്ച്, മനുഷ്യരെ സ്നേഹിച്ച്, തന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങൾ പങ്കുവയ്ക്കാൻ
പങ്കുവയ്ക്കുവാൻ സൃഷ്ടിച്ച ഒരു വ്യക്തിയാണ് ആദാം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഹൃദയം പകരാൻ വന്ന ദൈവം കണ്ടത് എന്താ? പാപത്തിൽ വീണ് കിടക്കുന്ന ഒരു ആദാമാണ്. അത് കണ്ട് ദൈവത്തിന്റെ ഹൃദയം നൊമ്പരിച്ച് ഇതെങ്ങനെ സംഭവിച്ചു? എൻ്റെ ഹൃദയമായി കണക്ട് ചെയ്യുവാൻ വേണ്ടി ഞാൻ സൃഷ്ടിച്ച സൃഷ്ടിനെ സാത്താൻ കവിഞ്ഞു പോയോ, സാത്താൻ അതിനെ അവകാശം പറഞ്ഞല്ലോ എന്ന് വിചാരിച്ച് ദൈവം ചെയ്ത കാര്യം എന്നറിയോ? ഇല്ല, ഞാൻ വിടുകയില്ല. ഞാൻ വീണ്ടെടുപ്പ് എന്ന വാക്ക്, വീണ്ടെടുപ്പ് എന്ന വാക്കിനെ കൂടെ ദൈവം ആ പാപത്തിൽ കിടന്ന ആദാമിനെ കരം പിടിച്ച് വീണ്ടെടുക്കുകയാണ്. നീ ഇടറി പോയെങ്കിലും വിട്ടേച്ച് പോകുന്നവനല്ല എൻ്റെ ദൈവം. നിന്നെ വലം കരം പിടിച്ച, നിന്നെ അവിടെ ഇരുന്ന് എടുത്ത എന്റെ നെഞ്ചോട് ചേർക്കുന്നവനാണ് എൻ്റെ യേശു. ഹല്ലേലൂയ. ആമേൻ. അവർ മാനുഷ്യമായി വിചാരിച്ച് അവർ ഉണ്ടാക്കിയ വസ്ത്രം, ഇലകൾ കൊണ്ട് ഉണ്ടാക്കിയ വസ്ത്രം അവർ ധരിച്ചു. അവർ വിചാരിച്ചു ഇടറിപ്പോയാലും കുഴപ്പമില്ല, ഇങ്ങനെ തട്ടിമുട്ടി പോയേക്കാം. പക്ഷേ മാനുഷ്യ ചിന്തകളിൽ വന്നത് എന്താണെന്നറിയാവോ? അതിനെ അത് നിലനിൽക്കുവാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. കേൾക്കുന്ന പ്രിയരെ, മാനുഷ്യമായി നിൽക്കാൻ കഴിയുമെന്ന് വിചാരിച്ചെങ്കിൽ പറയട്ടെ, നിൽക്കുവാൻ കഴിയുകയില്ല. തമ്പുരാന്റെ കരം നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ മാനുഷ്യമായി വിചാരിച്ച വിഷയങ്ങൾ നിന്നെ നിലനിൽക്കത്തില്ല. നീ അതിൽ നിലനിൽക്കുവാൻ ഒരിക്കലും കഴിയുകയില്ല. നിലനിൽക്കണമെങ്കിൽ എൻ്റെ തമ്പുരാന്റെ പ്ലാൻ വേണം, എൻ്റെ തമ്പുരാന്റെ പദ്ധതി വേണം, എൻ്റെ തമ്പുരാന്റെ കരം നിന്റെ കൂടെ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നിനക്ക് നിലനിൽക്കുവാനായിട്ട് കഴിയുള്ളൂ. ഹല്ലേലൂയ. അങ്ങനെ ഇല വാടി ഉണങ്ങിയ ആദാമിനെ കണ്ടപ്പോൾ തമ്പുരാൻ അവിടുന്ന് മാറിപ്പോയില്ല. ഇനി എനിക്ക് നീ വേണ്ട എന്ന് പറഞ്ഞില്ല. തന്റെ സ്നേഹം പകർന്ന ഒരു ആട്ടിൻകൂടെ അതിനെ അറുത്ത് അതിന്റെ വസ്ത്രമുണ്ടാക്കി ദൈവം ആദാമിന് പകർന്നു. ഇവിടെ ഒരു കൈമാറ്റം സംഭവിച്ചത് എന്താണെന്നറിയാവോ? നഷ്ടപ്പെട്ടു പോയ പുത്രത്വമേ ദൈവം അവിടെ ആ ഏദൻ തോട്ടത്തിൽ, ആ സാന്നിധ്യത്തിൽ അവിടെ തിരിച്ചു നൽകുകയാണ്. അവിടെ ആദാം പറയും, അയ്യോ ഞാൻ വീണു പോയി, പാപത്തിൽ ഞാൻ വീണു പോയി, പക്ഷേ ഇപ്പോൾ ഞാൻ ജയാളിയാണ്. ജയം എന്നിൽ വന്ന കാര്യം എന്താണെന്നറിയാവോ? ഞാൻ ധരിച്ചിരിക്കുന്ന ബലം എൻ്റെ ദൈവം എനിക്ക് തന്ന ബലമാണ്. ഞാൻ ഇനി ഇടറിപ്പോകുകയില്ല, പുത്രത്വം എന്നിൽ നഷ്ടപ്പെടുകയില്ല. എത്ര പേർക്ക് ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുമ്പോൾ പറയാൻ കഴിയും, ഞാൻ ഇടറിപ്പോകത്തില്ല, പുത്രത്വം എന്നിട്ട് നഷ്ടപ്പെടുകയില്ല. കാര്യം എന്മേൽ ധരിപ്പിച്ച ബലം എൻ്റെ ദൈവമാണ്. ആ സൃഷ്ടിപ്പിൻ കർത്താവിന്റെ കരം എന്മേൽ വന്നിരിക്കണമെങ്കിൽ, അതാണ് എന്നെ ബലം ധരിപ്പിച്ചതെങ്കിൽ നീ ഒരു നാളും ഇടറിപ്പോകുവാൻ എൻ്റെ ദൈവം സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. പാപത്താൽ ഇടറിപ്പോയ ഒരു ആദാമിനെ കാണാൻ കഴിയും. അമ്മേൻ. വേദപുസ്തകത്തിൽ അടുത്ത് ഇടറിപ്പോയി മനം കലങ്ങി നിൽക്കുന്ന ഒരു അമ്മയെ കാണാൻ കഴിയും, ഹാഗാർ. നമുക്ക് ഏവർക്കും അറിയാം ഹാഗാർ ആരാണ്, എവിടുന്നാണ് വരുന്നത്. ഹാഗാറിൻ്റെ അടുത്ത് ദൂതൻ ചോദിക്കുകയാണ്, നീ കരയുന്ന കാര്യം എന്താണ്? ഹാഗാർ ചെയ്ത കാര്യം ഇതാണ്, തൻ്റെ മകനെ തൻ്റെ തോളിൽ ചുമന്ന് ഓടുകയാണ്. അബ്രഹാമിൻ്റെ വീട്ടിൽ നിന്ന്, ഭവനത്തിൽ നിന്ന് ഓടുകയാണ്. അവൾ വന്നെത്തിയത് ഒരു വനാന്തരം, ഒരു ഡെസേർട്ട് റീജിയനിൽ. അവിടെ വെള്ളമില്ല, തൻ്റെ കുഞ്ഞിന് കൊടുക്കുവാൻ ആഹാരമില്ല. ഇതൊന്നുമില്ലാത്തത് കൊണ്ട് ഒരു അമ്മയായ സ്ഥാനത്ത് അവൾ മനം വേദനിച്ച് അവൾ ഇടറിപ്പോയി. കാര്യം അവൾക്ക് നിൽക്കാൻ കഴിയുകയില്ല. ഒരു നല്ല മാതാവ് എന്ന് പറയുവാൻ ഒരു വേർഡ് അവളുടെ കയ്യിലില്ല. കാര്യം ആ മാതാവ് എന്ന് വിളിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു പൊസിഷന്റെ പേര് കൊടുക്കണമെങ്കിൽ തൻ്റെ മക്കളുടെ ആവശ്യങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യണം. ആ മക്കൾക്ക് എന്ത് ആവശ്യമോ അത് കൊടുക്കുവാൻ, നൽകുവാൻ തനിക്ക് പ്രാപ്തി ഉണ്ടാവണം. പക്ഷെ ആ പ്രാപ്തി നഷ്ടപ്പെട്ടവൾ ഇവിടെ പറയാണ്, അയ്യോ ഞാൻ വീണ് പോയി. ഹല്ലേലൂയ. ഞാൻ ഈ വനാന്തരത്തിൽ, ഈ മരുഭൂമിയിൽ ഞാൻ വീണ് പോയി. എന്നെ കൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങളുടെ ആവശ്യം തൃപ്തിപ്പെടുത്തുവാൻ കഴിയുന്നില്ല. എൻ്റെ കുഞ്ഞ് ഇന്ന് മരിച്ചു പോകും. ആ കുഞ്ഞിൻ്റെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ വെഗു ദൂരത്തിൽ കൊണ്ടുപോയി മറച്ചു വെച്ച് അവൾ കണ്ണുനീർ കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അവിടെ ദൈവശബ്ദം വന്നു. ദൈവശബ്ദം വന്നപ്പോൾ അവൾക്ക് മനസ്സിലായി, എൻ്റെ കുഞ്ഞ് മരിക്കത്തില്ല. ഇതിനു മുമ്പ് ഹാഗാർ ദൈവശബ്ദം കേട്ടവളാണ്. ഇതേ ഹാഗാർ വാഗ്ദത്തത്തെ കുറിച്ച് മുമ്പ് കേട്ട ശബ്ദമുണ്ട്. പക്ഷെ ആ ശബ്ദത്തെ അവൾ വകവെച്ചില്ല. അത് വകവെക്കാൻ
കഴിയാതെ അവൾ അവിടെ കിടന്ന് കരയുകയാണ്. ഇന്നും നമ്മൾ പലരും അങ്ങനെയല്ലേ, ചില ശബ്ദങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷെ ആ ശബ്ദം വകവെക്കാതെ ഇന്നും ദൈവപാദത്തിൽ നിന്ന് കരയുന്ന വ്യക്തി ജീവിതങ്ങളാണോ നമ്മൾ പരിശോധിക്കുക. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ഒരു വ്യക്തമായ ദൂത് ഇതാണ്. വാഗ്ദത്തം കേട്ട നീ നിന്റെ കണ്ണിനെ തുറക്കാൻ മാത്രം പ്രാർത്ഥിക്കുക. ആ കണ്ണിനെ തുറന്നാൽ നിന്റെ വാഗ്ദത്തം നിന്റെ അടുകയിലുണ്ട്. അതിനെ കാണാൻ തടസ്സമായി നിൽക്കുന്ന ഏതു മണ്ഡലങ്ങളായാലും യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അത് അഴിഞ്ഞു മാറട്ടെ. ഞങ്ങളുടെ ജനത്തിന്റെ വാഗ്ദത്തത്തിന് എതിരായി വ്യാപരിക്കുന്ന എല്ലാ മണ്ഡലങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ ആത്മാവിൽ അത് ബ്രേക്ക് ചെയ്ത് പ്രഖ്യാപിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. വാഗ്ദത്തം അവൾ കേട്ടതിനെ വിശ്വസിക്കാൻ കഴിയാതെ, അതിനെ കാണുവാൻ കഴിയാതെ അവളെ കണ്ണുകൾ മറഞ്ഞിരിക്കുവായിരുന്നു. ആമേൻ. മറഞ്ഞ കണ്ണുകളുമായി അവൾ ഇടറിപ്പോയി കിടന്നപ്പോൾ ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞ ശബ്ദം, ഞാൻ ബാലന്റെ ശബ്ദം കേട്ടു, അവന്റെ കണ്ണുനീരിന്റെ ശബ്ദം കേട്ടു, അതിന് ഞാൻ മറുപടി ഞാൻ നിനക്ക് തരുന്നു. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനാ വിഷയങ്ങൾ, വിദൂരത്തിൽ ഇരിക്കുന്ന ചില വിഷയങ്ങൾ, ആ വിഷയത്തിന് നീ ഇവിടെ ഇരുന്ന് കണ്ണുനീരോട് വിലപിച്ചാൽ ആ വിഷയത്തിന്റെ മറുപടി നിന്റെ പക്കൽ എത്തുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുകയാണ്. ഹല്ലേലൂയ. വിദൂരമാണ് വിഷയം, വിദൂരമാണ് വിഷയം. പക്ഷെ മകളെ, നീ ഇവിടെ ഇരുന്ന് കരച്ചിലിന്റെ വിഷയത്തിന്റെ മറുപടി ഞാൻ നിന്റെ പക്കൽ തന്നെ വെച്ചിട്ടുണ്ട്. അത് കണ്ണു തുറന്ന് കാണുവാൻ എന്റെ ദൈവം നിന്റെ കണ്ണുകളെ തുറക്കുവാൻ എത്ര പേർക്ക് രാത്രി പ്രാർത്ഥിക്കാൻ കഴിയും? മറുപടി ഉണ്ട്, അത് നിശ്ചയ. പക്ഷെ അതിനെ മറച്ചു കളയുന്ന ചില സ്വാധീനങ്ങൾ, അതിനെ മറച്ചു കളയുന്ന ചില സ്വാധീനങ്ങൾ യേശുവിന്റെ നാമത്തിൽ അത് ഈ സാന്നിധ്യത്തിൽ ആ സ്വാധീനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. മറഞ്ഞു നിൽക്കുന്ന ചില വിഷയങ്ങൾ, മറഞ്ഞു നിൽക്കുന്ന ചില കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ സാന്നിധ്യത്തിൽ അത് സ്വാധീനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. ചില വാഗ്ദത്തങ്ങൾ കാണുവാൻ ഒരു കണ്ണുകൾ തുറക്കുമാറാകട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഇടറിപ്പോയി, വനാന്തരത്തിൽ ഇടറിപ്പോയി. പക്ഷേ അവൾ ബലം ധരിച്ചവളായി. വാഗ്ദത്തം മരിച്ചു കിടക്കുന്ന വാഗ്ദത്തം, അല്ല മരണപ്പെട്ടു പോകുമെന്ന് പറഞ്ഞ വാഗ്ദത്തം ജീവൻ പ്രാപിച്ചു എന്നറിഞ്ഞപ്പോൾ അവൾ കുതിച്ചു ചാടി, അവളുടെ മുഴങ്കാൽ തുള്ളി ചാടി, അവൾ ബലം ധരിച്ചവളായി പോയി. ഹല്ലേലൂയ. ഇന്ന് രാത്രി പകൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? മരണം സ്ഥിരീകരിച്ച ചില വിഷയത്തിന്റെ മധ്യയിൽ അവിടെ ആ മരണത്തെ നീക്കി പിന്നെ ബലം ധരിക്കുവാൻ എന്റെ യേശുവിന്റെ സാന്നിധ്യം ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ആ സാന്നിധ്യത്തിൽ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാമോ? ചില കെട്ടുകൾ അഴിഞ്ഞു മാറും. ചില കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ. ആമേൻ. പുതിയ നിയമം വന്നപ്പോൾ നെഞ്ചോട് ചേർന്ന് നടന്ന ശിഷ്യന്മാർ, ആമേൻ, നെഞ്ചോട് ചേർന്ന് നടന്ന ശിഷ്യന്മാരെല്ലാം ഇങ്ങനെ പടകിൽ കൂടി സഞ്ചരിച്ചു പോകുമ്പോൾ ബഹുദൂരത്തിൽ യേശു നിന്ന് കാണുകയാണ്. ആ പടക് അവിടെ നിലനിൽക്കുന്നില്ല, അവിടെ അത് ഇടറിപ്പോകുന്നു. ശിഷ്യന്മാരെല്ലാം വെപ്രാളത്തിൽ നെഞ്ചടിച്ച അയ്യോ ഞങ്ങൾ എന്ത് ചെയ്യും, ഇത് മറിഞ്ഞു വീഴും, ഞങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ സ്ഥാനത്ത് യേശുവിന്റെ സാന്നിധ്യം അവിടെ ഇറങ്ങി വന്നു. ഹല്ലേലൂയ. ഇന്ന് നിന്റെ ജീവിതത്തിൽ സ്വസ്ഥത തരാതെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്ന ചില സാഹചര്യങ്ങളിൽ മേൽ എന്റെ ദൈവത്തിന്റെ ശബ്ദം ഇന്ന് രാത്രി ഇതാണ്. ആ സാഹചര്യങ്ങളെ എടുത്തു മാറ്റുക. ആ സാഹചര്യത്തിൽ ഇറങ്ങി വരുന്ന എന്റെ യേശുവിന്റെ കാൽപാദം അങ്ങനെ തന്നെ അങ്ങനെ തന്നെ പരിശുദ്ധാത്മാവ് കൽപ്പിക്കുന്നു. ആ സാഹചര്യത്തിൽ എന്റെ യേശുവിന്റെ കാൽപാദം ഇന്ന് രാത്രി പതിക്കുകയാണ്. ആ പാദങ്ങൾ പതിക്കുമ്പോൾ നീ വെപ്രാളപ്പെടേണ്ട, നീ വ്യാകുലപ്പെടേണ്ട. ഇനി ഞാൻ മരിക്കുമോ എന്ന്, ഇനി ഞാൻ ഇടറിപ്പോകുമോ എന്ന് വെപ്രാളപ്പെടേണ്ട ആവശ്യമില്ല. നിന്നെ കരം പിടിച്ച് ബലം ധരിപ്പിക്കുവാൻ എന്റെ യേശുവിന്റെ
പാദം അവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് രാത്രി വിശ്വസിക്കാൻ കഴിയും? അമ്മൻ, എന്റെ വിഷയം, മരിച്ചു പോയ വിഷയത്തിന്മേൽ എന്റെ യേശുവിന്റെ കാൽ സ്പർശനം ഇന്ന് രാത്രി അതിന് തൊട്ടിട്ടുണ്ട്. അങ്ങനെ തന്നെ വിശ്വസിക്കുക. അമ്മൻ, ഇതിന്റെ മറുപടികൾ അമ്മൻ നമ്മൾ വേഗത്തിൽ നമ്മുടെ കാതുകളിൽ കേൾക്കുവാൻ സമയമായി. ഹല്ലേലൂയ. അമ്മൻ, അത് മാത്രമല്ല, അമ്മൻ എല്ലാവരും കിടന്ന് വെപ്രാളം പിടിച്ചപ്പോൾ ഒരുവൻ ഇതാ അമ്മൻ കുർത്തക്കേട് കാണിച്ച് അവൻ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ഒന്ന് ചാടി പുറത്ത് യേശുവിന്റെ സ്ഥാനം യേശു നടക്കുന്നത് പോലെ എനിക്കും ഒന്ന് നടക്കുവാൻ ചില ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞ് അവൻ കാലുകൾ വെടുത്തു വെച്ചു. നമ്മളും വിശ്വാസത്തിൽ അങ്ങനെയല്ലേ? യേശുവിന്റെ പുറകെ നടക്കണം, യേശുവെ പോലെ സഞ്ചരിക്കണം. പാട്ടുകാരൻ എങ്ങനെയാണ് പാടുന്നത്? യേശുവെ പോലെ ആകുവാൻ, യേശുവിൻ വാക്ക് കേൾക്കുവാൻ ഇവയെ ഞാൻ കാംക്ഷിക്കുന്നു. അതുപോലെ പത്രോസും പാടിക്കൊണ്ട് യേശുവിന്റെ കാലുകൾ ചവിട്ടുന്ന പോലെ പുറകിൽ നടക്കുവാൻ തുടങ്ങി. പക്ഷേ അവൻ നടന്നു വന്നത് ശരിയാണ്. അവൻ നടന്നു വരുമ്പോൾ പുറകിൽ നിന്ന് ശബ്ദം കേൾക്കുന്ന ഇടർച്ചയുടെ ശബ്ദം. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? നാം ഒറ്റയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ നടന്നു വരുമ്പോൾ ചില ഇടർച്ചകളുടെ ശബ്ദം നമ്മുടെ പുറകിൽ കേൾക്കും. ചില ഇടർച്ചകളുടെ ശബ്ദം നമ്മുടെ പുറകിൽ കേൾക്കും. നീ എന്താണ് അവിടെ പോകുന്നത്? നീ എന്താണ് ഇവിടെ നിന്ന് ആരാധിക്കുന്നത്? അല്ല, നീ വിളിക്കുന്നത് ദൈവം നിന്നെ വിടുവിക്കുവാൻ ശക്തനാണോ? അല്ല, നീ വിളിക്കുന്ന ദൈവം നിന്റെ സാഹചര്യത്തിൽ നിന്നെ പിടിച്ചെടുക്കുവാൻ ശക്തനാണെന്ന് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുടെ ഇടർച്ചയുടെ ശബ്ദം കേട്ടേക്കാം. പക്ഷെ ഞാൻ പറയട്ടെ, പത്രോസ് സഞ്ചരിച്ചപ്പോൾ അവൻ ഒരു കാൽ ചുവട് വെച്ചപ്പോൾ അവിടെ ഇരുന്ന് മത്തായി പറഞ്ഞു, അയ്യോ പത്രോസേ, നീ യേശു അല്ല, നീ യേശുവിനെ പോലെ നടന്നാൽ നീ ഇടറി പോകും. ബർത്തലോമ്യ പറഞ്ഞു, നീ യേശു അല്ല, നിന്റെ പാദത്തിന് ബലമില്ല, നീ ഇടറി പോകും. അടുത്ത ചുവടുകൾ എടുത്തു വെച്ചപ്പോൾ ഫിലിപ്പോസ് പറഞ്ഞു, നീ ഇടറി പോകും, നിനക്ക് അതുപോലത്തെ ശക്തി ഇല്ല 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 എന്ന്. പക്ഷെ ഇത് കേട്ടപ്പോൾ ഇടർച്ച സംഭവിക്കാമായിരുന്നു. പക്ഷെ പത്രോസ് കുറച്ചുകൂടെ ആഴത്തിൽ ഇറങ്ങിച്ചെന്ന്. പക്ഷെ ആ ഇടർച്ച സംഭവിച്ചു. എവിടാന്നറിയാവോ? ഈ വാക്ക് കേട്ടല്ല ഇടർച്ച സംഭവിച്ചത്. അവന് സംഭവിച്ച ഇടർച്ച അവന്റെ വിശ്വാസത്തിലാണ്. ഇടർച്ച സംഭവിക്കുവാൻ വിശ്വാസത്തും ചോർന്നു പോയാൽ നീ ഇടറി പോകും. ഹല്ലേലൂയ. വാക്കുകൾ കൊണ്ട് മാത്രമല്ല ഇടറിപ്പോകുന്നത്, നിന്റെ അകത്ത് നീ ചുമന്ന വിശ്വാസം, നിന്നെ ചോദ്യം ചെയ്യുന്ന വിശ്വാസം, ആ വിശ്വാസത്തെ നീ മുറുകെ പിടിച്ചില്ലെങ്കിൽ, ആ വിശ്വാസത്തെ ഒരു തുള്ളി നീ അവിശ്വാസം കാണിച്ചെങ്കിൽ, ചില അവിശ്വാസം ചില കാര്യങ്ങളിൽ, അയ്യോ ഇതെന്താ സംഭവിക്കാതെ, ഇതിങ്ങനെ നിലനിൽക്കാത്ത കാര്യം, എന്റെ പ്രാർത്ഥന കുറവാണോ, അല്ല ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന ആ അവിശ്വാസം നിന്റെ അകത്തിൽ വന്നാൽ നീ ഇനി ബലത്തോടെ നിൽക്കുകയില്ല. നീ അവിടെ ഇടറിപ്പോകും. ഹല്ലേലൂയ. ഇടറിപ്പോകുന്ന വാക്കുകൾ കേട്ട പത്രോസ് അവന്റെ അകത്തിരിക്കുന്ന വിശ്വാസം താൻ അറിയാതെ ചോർന്നു പോയി. പത്രോസ് വിചാരിച്ചു, ഈ ഇടർച്ചയാണ് എനിക്ക് വന്ന വീഴ്ച, ഈ ഇടർച്ചയാണ് എനിക്ക് വന്ന വീഴ്ച. പക്ഷെ പത്രോസേ, ഞാൻ പറയട്ടെ, ഈ ഇടർച്ച അല്ല, ഈ വാക്കുകളല്ല നീ വന്ന വീഴ്ച, നിനക്ക് വന്ന് പറ്റിയ വീഴ്ച, നിന്റെ അകത്ത് നീ ചുമന്ന വിശ്വാസം, അത് നീ അറിയാതെ അത് ചോർന്നു പോയിക്കൊണ്ടിരുന്നു. ഈ ഇടർച്ചയുടെ വാക്കുകൾ കേട്ട് 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 നിന്റെ വിശ്വാസം ചോർന്നു പോയത് നീ പോലും അറിഞ്ഞില്ല. ആ വിശ്വാസം പോയതിന്റെ പേരിലാണ് നിനക്കിപ്പോൾ വന്നിരിക്കുന്ന ഇടർച്ച. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു. ഇതുപോലത്തെ ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല, പക്ഷെ ഇവിടെ ഞാൻ ഉച്ചരിച്ച് പറയുന്നു. വാക്കുകൾ കേട്ട് വരുന്ന ഇടർച്ച എന്ന് നീ മനസ്സിൽ കരുതിയെങ്കിൽ, അയ്യോ അത് തെറ്റ്. വാക്കുകൾ കൊണ്ടല്ല വന്ന് വീണ ഇടർച്ച, നിന്റെ മേൽ വന്നിരിക്കുന്ന ഇടർച്ച നീ അറിയാതെ നിന്നിൽ മങ്ങിക്കൊണ്ടിരിക്കുന്ന അവിശ്വാസമാണ് നിന്നെ വീഴ്ത്തിക്കുവാൻ ഇട വന്നത്. ഹല്ലേലൂയ. പത്രോസ് അങ്ങോട്ട് വീണ് മുങ്ങാൻ പോകുന്ന സമയത്ത് യേശുവിന്റെ കരം വന്ന് പിടിച്ച്, ഹല്ലേലൂയ, യേശുവിന്റെ കരം പിടിച്ച് അവനെ നെഞ്ചോട് ചേർത്ത് പറഞ്ഞു, അയ്യോ പത്രോസേ, നീ ഭയപ്പെടുന്നത് എന്ത്? നിന്റെ വിശ്വാസം ചോർന്നു പോകുന്നത് എന്ത് എന്ന് ചോദിച്ചു. അന്ന് പത്രോസ് യേശുവിന്റെ മാറോട് ചേർന്ന് ആ ചൂട് തട്ടിയപ്പോൾ മനസ്സിലായി, അയ്യോ ഞാൻ തട്ടിയിരിക്കുന്ന ഈ ചൂട്, ഞാൻ അണഞ്ഞിരിക്കുന്ന ഈ മാർബ് എന്നെ ഇടർച്ചയിൽ വീഴ്ത്തുവാൻ കഴിയുകയില്ല. ഈ മാർബിൽ ഞാൻ ചാരിയാൽ ഞാൻ ഇടറി പോകുകയില്ല, ഞാൻ ബലം ധരിക്കും. ലോകത്തിലുള്ളവർ ധരിക്കുന്ന ബലത്തിനേക്കാൾ ഇരട്ടി മടങ്ങ് ബലം ധരിക്കുവാൻ കഴിവുള്ള ശക്തനായവന്റെ മാർബോട് ചേർന്ന് ആ ചൂടിനോട് ചേർന്നാണ് ഇരിക്കുന്നതെങ്കിൽ ഞാൻ ഈ ലോകത്തിൽ ഇടറി പോകുകയില്ല.
എത്ര പേർക്ക് പറയാൻ കഴിയും? ലോകത്തിലുള്ളവരെക്കാൾ അവരെക്കാൾ ശ്രേഷ്ഠമായി ഒരു നെഞ്ചോട് ഞാൻ ചേർന്നിരിക്കുന്നുണ്ട്. എന്നെ ഇടർത്തുവാൻ, എന്നെ വീഴ്ത്തുവാൻ ഈ വാക്കുകൾക്കോ ഈ സാഹചര്യങ്ങൾക്കോ അല്ല, പോട്ടെ ഈ രോഗത്തിനോ ഈ കഷ്ടതയിലോ ഈ നിന്ദയ്ക്കോ സാധ്യമല്ല, സാധ്യമേ അല്ല. സാധ്യമാകുന്ന ദൈവത്തിന്റെ നെഞ്ചോട് ചേർന്നിരിക്കുമ്പോൾ ഈ ലോകത്തിൽ ഞാൻ വീണ് പോകുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. ആ പത്രോസാണ് കാരാഗ്രഹത്തിൽ പൂട്ടപ്പെട്ടിരുന്ന സമയത്ത് അവൻ ആത്മാവിൽ നിറഞ്ഞവനായി അവൻ കാരാഗ്രഹത്തെ ദൈവത്തിന്റെ സാന്നിധ്യം അവനെ പുറപ്പെടുവിക്കുവാൻ ഇടയായി. ഹല്ലേലൂയ. കാര്യം എന്താണെന്നറിയാവോ? ആ സാന്നിധ്യം, ആ ചൂട് അനുഭവിച്ചുവെന്ന് അറിയാം. ഞാൻ ഏത് കാരാഗ്രഹത്തിൽ കിടന്നാലും അവിടെ എന്നെ പുറത്ത് കൊണ്ടുവരുവാൻ ആ ചൂടിന് കഴിയും, ആ കരത്തിന് കഴിയും. കാര്യം മേൽ ധരിപ്പിച്ചിരിക്കുന്ന ബലം അസാധാരണ ബലമല്ല. പരിശുദ്ധാത്മാവിന്റെ ബലമാണ് ഞാൻ ധരിച്ചിരിക്കുന്നത് എങ്കിൽ ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കൊണ്ട് ചില അസാധ്യങ്ങളെ ഞാൻ ചവിട്ടുമ്പോൾ അസാധ്യമാകും. ചില പ്രസൻസ്, ചില തടവറകൾ ഞാൻ ചവിട്ടുമ്പോൾ അത് എനിക്ക് മുൻപായി സ്വതവേ ആ വാതിലുകൾ തുറക്കപ്പെടും. ഹല്ലേലൂയ. എത്ര പേര് രാത്രി വിശ്വസിക്കുന്നുണ്ട്? അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാമോ? ഇന്ന് ആ സാന്നിധ്യം എന്മേൽ വരട്ടെ. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിന് 33-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. പ്രാവെന്ന പോലെ പരിശുദ്ധാത്മാവ് വന്നു. ശരിയാണ്. പക്ഷേ യോഹന്നാൻ ഇങ്ങനെ കൂടെ എഴുതി ചേർക്കുന്നു, അവൻ വന്നത് മാത്രമല്ല, അതിൽ അവൻ വസിച്ചു. ഹല്ലേലൂയ. അത് അവനിൽ വസിച്ചു. മറ്റുള്ളവർ, നമ്മുടെ അടുത്തിരിക്കുന്നവർ കൈയടിക്കുന്നുണ്ട്, അന്യഭാഷ പറയുന്നുണ്ട്, തുള്ളുന്നുണ്ട്, അവർക്ക് വീരപ്രവൃത്തികൾ സംഭവിക്കുന്നുണ്ട്. അവർ അഭിഷേകം പ്രാപിച്ചവർ ആണോ എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. പക്ഷേ അവർ അഭിഷേകത്തിൽ വസിക്കുന്നുണ്ടോ എന്ന് പറയുവാൻ നമുക്ക് കഴിയില്ല. പക്ഷെ ഇവിടെ യോഹന്നാൻ പറയുന്നു, യേശുവിന്റെ മേൽ പ്രാവെന്ന പോലെ പരിശുദ്ധാത്മാവ് വന്നു, അവന്റെ മേൽ വസിച്ചു. ഹല്ലേലൂയ. പ്രാവെന്ന പോലെ പകരുന്ന അഭിഷേകത്തിന്റെ സാന്നിധ്യം നമ്മളിൽ വസിച്ചാൽ മാത്രമേ ചിലത് കാൽ ചുവട്ടുവാൻ കഴിയുള്ളൂ. അസാധ്യമെന്ന് എഴുതി വിധി കളിപ്പിച്ച ചില വിഷയത്തിലെ നമ്മൾ കാല് ചുവട്ടണമെങ്കിൽ ആ സാന്നിധ്യത്തിൽ വന്നു പോയി നിന്നാൽ കഴിയുകയില്ല. ആ സാന്നിധ്യത്തിൽ വസിക്കാൻ നമ്മളെ തന്നെ ഇടവരുത്തണം. ഹല്ലേലൂയ. അങ്ങനെ വസിച്ചാൽ ഈ ലോകത്തിൽ ഇടർച്ച സംഭവിക്കുന്ന പല കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നാലും നമ്മൾ അവിടെ ഇടറി പോകുകയില്ല, നമ്മൾ അവിടെ വീണ് പോകുകയില്ല. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മളെ ബലം ധരിപ്പിക്കാതെ ഇരിക്കുകയില്ല. ഹല്ലേലൂയ. എത്ര പേര് ഇന്ന് രാത്രി ഉച്ചരിച്ച് പറയാൻ കഴിയും? വില്ലീര്യന്മാരുടെ വില്ലോ ഒടിഞ്ഞു പോകും. അവർ ഈ ലോകത്തിലാണ്, അവർ ലോകത്തിന്റെ വില്ലാണ് പിടിച്ചിരിക്കുന്നത്. പക്ഷെ ഞാൻ ഇടറിപ്പോയതാ, പക്ഷെ ഞാൻ ഇടറി പോകുകയില്ല. ഞാൻ ധരിച്ച ബലം എന്റെ സൃഷ്ടാവാം ദൈവം, അവന്റെ കരത്തിന്റെ സ്പർശനം, അവന്റെ കരത്തിന്റെ ശക്തി, അവന്റെ ആത്മാവിന്റെ പുതുക്കം എന്നിലുണ്ടെങ്കിൽ ഞാൻ ഇടറി പോകുകയില്ല. എത്ര പേർക്ക് ആത്മാവിൽ പറയാൻ കഴിയും? ഇന്ന് രാത്രി ഒരു ബലം ധരിക്കുന്ന ഒരു രാത്രിയായി തീരട്ടെ. ചില വിഷയങ്ങളുമേൽ ബലം ധരിക്കുന്ന ഒരു രാത്രി, ചില വിഷയങ്ങളുമേൽ ചാടി തകർക്കുവാനുള്ള എരികോ പോലെ പൊങ്ങി നിൽക്കുന്ന ചില വിഷയങ്ങളെ കാഹളം വെച്ച് ഊതി അതിനെ ഇല്ലായ്മ ആക്കാൻ കഴിയുമുള്ള ഒരു അഭിഷേകത്തിന്റെ സാന്നിധ്യത്തിന്റെ നിറവ് ഇന്ന് രാത്രി നമ്മൾ പ്രാപിച്ച് മടങ്ങി പോകുവാൻ കഴിയുമ്പോൾ ചില ബലം ഹല്ലേലൂയ അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചേ. ബലം ധരിക്കട്ടെ. റബാന ശാധന റസിഹതരാധിരിയ റഖബബബ ശാധരെ. ഇടറി പോകുന്ന ചില വാക്കുകൾ ഞങ്ങൾ കേട്ടു. ഞങ്ങൾ നിന്ദിക്കുന്ന വാക്കുകൾ, എവിടെ നിന്റെ ദൈവം എന്ന് ഉച്ചരിച്ച ചില വാക്കുകൾ ഞങ്ങൾ കേട്ടു. എങ്കിലും ഞങ്ങൾ അങ്ങേ നോക്കുന്നപ്പോ പത്രോസ് നോക്കിയത് യേശുവിന്റെ കണ്ണിലാണ്. സകലവും പൂർത്തി വരുത്തുവാൻ കഴിയുന്ന യേശുവിന്റെ കണ്ണിൽ അവൻ പതിച്ചു. അതുകൊണ്ട് ആ ഇടർച്ചയുടെ വാക്കുകൾ കേൾക്കുവാൻ അവന് സമയം വന്നില്ല. നമ്മളെ നോക്കി നിന്ദിച്ച് ചോദ്യം ചോദിക്കുന്ന ചില ചോദ്യങ്ങളെ മാറ്റിവെച്ച് ആ യേശുവിന്റെ കണ്ണിലൊന്ന് ഇന്ന് രാത്രി നോക്കാമോ? നീ ഇടറി പോകുവാൻ എന്റെ ദൈവം സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ.
അവൻ നിന്നെ ബലത്താൽ ധരിക്കും, സ്വർഗീയ ബലത്താൽ ധരിക്കും, സ്വർഗീയ ബലത്താൽ ധരിക്കും യേശുവിന്റെ നാമത്തിൽ. ഇന്ന് രാത്രി അവൻ അത് തന്നെ ഞാൻ ഉച്ചരിച്ച് പറയാണ്. ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരുടെ മേലും അവൻ നിങ്ങളുടെ സാഹചര്യങ്ങളെ യേശുവിന് കരങ്ങളിൽ കൊടുത്തുകൊള്ളുക. അവൻ ഏത് സാഹചര്യമാണ് എനിക്കറിയത്തില്ല, പക്ഷെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഇന്ന് രാത്രി കേൾപ്പിക്കാൻ വിചാരിച്ചത് നിങ്ങൾ ബലം ധരിക്കും. ബലം നിന്നിലുള്ളോൻ ഭാഗ്യം നിറഞ്ഞോ നിശ്ചയമാണെന്നും താഴ്ച ഭവിക്കുകയില്ല